സുനിൽ ഐസക്കിലേക്ക് പോവുകയാണ്. സുനിൽ, കേരളത്തിൽ നിന്ന് ആരൊക്കെയാണ് വിളിപ്പിച്ചിരിക്കുന്നത്, ആരൊക്കെയാണ് ഡൽഹിയിലേക്ക് പോകുന്നത്, എന്തൊക്കെയാണ് ഇവരുടെയൊക്കെ ഒരു നിലപാട്? നിലവിൽ മുഴുവൻ മുൻ KPCC അധ്യക്ഷന്മാരെയും ഒപ്പം നിലവിലെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരെയാണ് വിളിപ്പിച്ചിരിക്കുന്നത്. അതിൽ MM ഹസനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഡൽഹിക്ക് പോകുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇരുവരും ചില ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് പോകുന്നില്ല എന്ന് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രനെ സംബന്ധിച്ച് നിലവിൽ ഈ വരുന്ന തർക്കങ്ങളിൽ അദ്ദേഹത്തിന് വലിയ അതൃപ്തിയുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടി വേണം അദ്ദേഹം ഡൽഹി യാത്ര ഒഴിവാക്കിയതെന്ന് നമുക്ക് കരുതാം. K. സുധാകരൻ ഇന്ന് വൈകുന്നേരം തന്നെ ഡൽഹിക്ക് പുറപ്പെടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം മറ്റുള്ളവരൊക്കെ നാളെ രാവിലെ 6 മണി 8 മണി തുടങ്ങിയ ഫ്ലൈറ്റുകളിലൊക്കെയാണ് ഇവിടെ നിന്ന് പോകുന്നത്. 10:30 നാളെ ഡൽഹിയിൽ ഈ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ KC വേണുഗോപാൽ എന്ന ഒരു പേരിലേക്ക് നേരത്തെ ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. പക്ഷേ അതിനുശേഷമാണ് കേരളത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നത്. ഒപ്പം പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കളൊക്കെ അതിശക്തമായ വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തു. അവരൊക്കെ ജനവികാരം മാനിക്കണമെന്നും ടീം UDF-നെ ഒന്നിച്ചു നിർത്തിയത് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നിലുള്ളത് VD സതീശനാണ്, അതുകൊണ്ട് സതീശനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് പോകരുതെന്ന കടുത്ത നിലപാടെടുത്തു. അതിൽ ലീഗിന്റെ തീരുമാനം തന്നെയായിരുന്നു, അല്ലെങ്കിൽ നിലപാടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടുകൂടി മാത്രമല്ല, പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ സംസ്ഥാന വ്യാപകമായി ഉണ്ടാകുന്നു. അണികൾ ആരുടെയും ആഹ്വാനമില്ലാതെ തന്നെ VD സതീശന് വേണ്ടി ആയിരക്കണക്കിന് മനുഷ്യർ തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ച ഉണ്ടാകുന്നു. പിന്നാലെ ഒരു PR ഏജൻസിയെ ഈ കേരളത്തിലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു നിഷ്പക്ഷ ഏജൻസിയെ AICC നിയോഗിക്കുന്നു. ആ ഏജൻസിയുടെ റിപ്പോർട്ട് ഇന്ന് ഡൽഹിയിൽ AICCക്ക് കൈമാറുകയും ചെയ്തു. അവർ VD സതീശന് അനുകൂലമായി ഉണ്ടായിരിക്കുന്ന ഈ വേവ് വളരെ കൃത്യമായി തന്നെ ആ റിപ്പോർട്ടിൽ എടുത്ത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നാലെയാണ് ഇപ്പോൾ മുഴുവൻ നേതാക്കളെയും ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. 2 കാര്യങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. ഒന്ന്, ആരെയാണോ കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സംബന്ധിച്ച് ഈ നേതാക്കളുടെ അഭിപ്രായം എന്താണെന്ന് ആരായുക. നമുക്ക് നിലവിൽ ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് കളത്തിൽ VD സതീശന്റെയും KC വേണുഗോപാലും മാത്രമാണ് ഉള്ളത്. ഈ 2 നേതാക്കളിൽ ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടതുണ്ട്. അങ്ങനെ അതിലൊരാളെ ആക്കിയാൽ മറുഭാഗത്ത് അതുണ്ടാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമോ, അത് പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ മുറിവുണ്ടാക്കുന്ന തരത്തിലേക്ക് പ്രതികരണങ്ങൾ പോകുമോ എന്നുള്ള ആശങ്ക AICC നേതൃത്വത്തിനുണ്ട്. മാത്രമല്ല, ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളെ ഏത് തരത്തിലാണ് അനുനയിപ്പിക്കുക എന്ന ചോദ്യവുമുണ്ട്. മറ്റൊരു കാര്യം, ഏതെങ്കിലും ഒരു നേതാവിനെ നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് AICC നിയോഗിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഈ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളെയും വിളിപ്പിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം അതിനെതിരായി ഉണ്ടായാൽ അതും പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കും. അതുകൊണ്ടാണ് ഇവരെ കൂടി വിളിപ്പിച്ച് അവരുടെ കൂടി അഭിപ്രായം ആരാഞ്ഞ് അവർക്ക് പറയാനുള്ളത് കൂടി കേട്ട് ഒപ്പം അവരെ സമവായത്തിലെത്തിച്ച് അവരെ കൂടി സമവായത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒരു തീരുമാനം പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ നീക്കം. ഇന്നിപ്പോൾ 7 ദിവസം പിന്നിടുന്നു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിട്ട്. അധികം നീട്ടിക്കൊണ്ടു പോകുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഘടകകക്ഷികൾക്ക് അടക്കമുള്ളവർ അതിൽ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ പലരും, കോൺഗ്രസ് നേതാക്കൾ പലരും ആ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് തിരക്കിട്ട ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ നീക്കത്തിലേക്ക് AICC കടന്നിരിക്കുന്നതെന്ന് വേണം നമുക്ക് പറയാൻ. പക്ഷെ ഇവിടെ ചില ചോദ്യങ്ങളുണ്ട് സ്വാഭാവികമായും. അതിനുകൂടി ഉത്തരം തേടുക എന്നതാണ് ഈ നേതാക്കളെ വിളിച്ചു വരുത്തുന്നതിലൂടെയുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനു മുമ്പ് മറ്റൊരു കാര്യം പറയേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ഈ വിളിച്ചു വരുത്തിയിരിക്കുന്ന നേതാക്കളിൽ തന്നെ ഭൂരിഭാഗം ആൾക്കാരും നേരത്തെ MLA-മാർ പിന്തുണച്ചതുപോലെ തന്നെ ഈ വിളിച്ചു വരുത്തിയിട്ടുള്ള നേതാക്കളിൽ ഭൂരിഭാഗവും ഒരുപക്ഷെ KCക്ക് അനുകൂലമായി നിലപാടെടുക്കാനാണ് സാധ്യത. അങ്ങനെ KCയെ മുഖ്യമന്ത്രിയാക്കി കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ VD സതീശൻ എടുക്കുന്ന നിലപാട് വലിയ ഷാർപ്പായ നിലപാടെടുത്താൽ അത് പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും. പ്രധാനമായും മന്ത്രിസഭയുടെ ഭാഗമാകാൻ താൻ MLA ആയി തന്നെ തുടരും, മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ എന്നാണ് VD സതീശൻ എടുത്തിരിക്കുന്ന നിലപാട്. ആ നിലപാടിൽ നിന്ന് അദ്ദേഹം അയയാൻ തയ്യാറായില്ലെങ്കിൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം പാർട്ടിയിൽ ഉണ്ടാക്കും. കാരണം 6 മാസത്തിനുള്ളിൽ KC വേണുഗോപാലിന് മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തേണ്ടതുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടായാൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. മാത്രമല്ല, അദ്ദേഹം ജയിച്ച് MLA ആയാൽ ആലപ്പുഴയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് വരേണ്ടതുണ്ട്, ഉപതെരഞ്ഞെടുപ്പ് വരേണ്ടതുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായാലും അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. അത് മാത്രമല്ല, ഈ KCയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയാൽ ഘടകകക്ഷികൾ, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും മുസ്ലിം ലീഗും അടക്കമുള്ള ഘടകകക്ഷികൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നൊരു ചോദ്യവും ഹൈക്കമാൻഡിനെ വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇത്തരം ചോദ്യങ്ങൾക്ക്, ഇത്തരം വരാനിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് മറുപടി തേടുക അല്ലെങ്കിൽ ഉത്തരം തേടുക എന്നൊരു ലക്ഷ്യം കൂടി ഈ കൂടിക്കാഴ്ചക്കുണ്ട്. എന്തായാലും ഇവരുടെ കൂടി അഭിപ്രായം കേട്ട്, ഇവർക്ക് കൂടി പറയാനുള്ളത് കേട്ട് അതിനുശേഷം നാളെ ഖാർഗെയും ഒപ്പം രാഹുൽ ഗാന്ധിയും
സോണിയാഗാന്ധിയെ കാണുന്നുണ്ട്. ആ സംഘത്തിൽ പ്രിയങ്ക ഗാന്ധിയും ഉണ്ടാവാനാണ് സാധ്യത. അങ്ങനെ സോണിയാഗാന്ധിയുടെ കൂടി അഭിപ്രായം ആരാഞ്ഞ ശേഷം നാളെ വൈകുന്നേരത്തോടുകൂടി അല്ലെങ്കിൽ രാത്രിയോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു മുമ്പ് AK ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കൂടി ഹൈക്കമാൻഡ് തേടും. രാഹുൽ ഗാന്ധിയോ ഗാർഗെയോ AK ആന്റണിയെ പോലുള്ള മുതിർന്ന നേതാക്കളെ ഫോണിൽ വിളിച്ച് അവരുടെ അഭിപ്രായം കൂടി ചോദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുക. എന്തായാലും അത് 48 മണിക്കൂറിനുള്ളിൽ ആ തീരുമാനം ഉണ്ടാകുമെന്നാണ് K മുരളീധരൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. ആ ഒരു പ്രതീക്ഷയിലാണ്, ആ വിശ്വാസത്തിലാണ് ഇപ്പോൾ നേതാക്കളെല്ലാം അണികളുമെല്ലാം ഉള്ളത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കാനുള്ള അന്തിമഘട്ട ചർച്ചകളിലേക്ക് AICC കടക്കുന്നു എന്ന് വേണം കരുതാൻ. ഏതായാലും കേരളത്തിൽ നിന്നുള്ള മുൻ KPCC അധ്യക്ഷന്മാരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. D ധനസുമോദ ഡൽഹിയിൽ നിന്നും, തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ ഐസക്കുമാണ് സമഗ്രമായ വിശദാംശങ്ങൾ പങ്കുവച്ചത്.